ഞാൻ ഒരു 3 സെക്കൻഡ് സമയം തരാം. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 പേരുടെ പേരുകൾ ഇങ്ങനെ ഓർക്കണം. ഓക്കെ, 1 2 3. ഓക്കെ, ഈ 3 സെക്കൻഡിനുള്ളിൽ നിങ്ങളെ മനസ്സിലൂടെ പോയ പേരുകളിൽ നിങ്ങളെ പേരുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖമുണ്ടായിരുന്നോ? ഇല്ലാത്തവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും. നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടതും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരെ ആയിരിക്കും ഓർക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടമ്മയാണ് എടുക്കുക. ഈ വീഡിയോ കാണേണ്ടത് അധികവും ഒരുപാട് സ്വപ്നങ്ങൾ മുന്നേ കണ്ട, എന്നിട്ട് ഇപ്പോൾ ഒന്നുമല്ലാതെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതാണ് എൻ്റെ സന്തോഷമെന്ന് സ്വയമേ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കുന്ന, അവർ ചിന്തിക്കുമ്പോൾ ഓക്കെ എൻ്റെ ഭർത്താവിൻ്റെ സക്സസ് ആണ് എൻ്റെ സന്തോഷം, എൻ്റെ മക്കളുടെ വിജയമാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവരുടെ പഴയ സ്വപ്നങ്ങളുണ്ടായിരിക്കില്ലേ, അതിനെ മണ്ണിട്ട് മൂടി കുഴിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ല പുതച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആ പുതച്ച് മൂടിയ സ്വപ്നങ്ങളെ കൊത്തി പുറത്തെടുത്തിട്ട് അതിന് വലിയ വലിയ ചിറകുകൾ കൊടുക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒട്ടുമിക്ക ഈ കല്യാണമൊക്കെ കഴിഞ്ഞ വീട്ടിലെ ഉമ്മമാരുണ്ടായിരിക്കും അല്ലേ, അവർ ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി വലിയ പ്രതീക്ഷയോടെ ടീച്ചേഴ്സൊക്കെ അയച്ച കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ +2 നല്ല ഉന്നത വിജയം കിട്ടിയ കുട്ടിയായിരിക്കും, നല്ല ഗ്രാജുവേഷനും PhD വരെ എടുത്ത കുട്ടികളായിരിക്കും. പക്ഷേ ഇപ്പോൾ അവർ ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ട്, അവരുടെ ചുറ്റുമുള്ള മറ്റാർക്കൊക്കെയോ വേണ്ടിയിട്ട് അവരുടെ വലിയ വലിയ സ്വപ്നങ്ങളെ പുതച്ചു മൂടിയിട്ടുണ്ടായിരിക്കും. ആ കൂട്ടത്തിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാനും അത്തരത്തിലുള്ള ആളാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ പുതച്ചു മൂടി, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ പുതച്ചു മൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു കറി ഉണ്ടാക്കുകയാണ്, രാവിലെ വീട്ടമ്മയാണ് നിൽക്കുക, രാവിലെ കറി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ന കറിയാണ് ഇഷ്ടം, മകന് ഇതാണ് ഇഷ്ടം, അല്ലെങ്കിൽ മകൾക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇന്ന സാധനം ഉണ്ടാക്കാം. അപ്പോൾ എവിടെയോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു, നിങ്ങളത് മറന്നു പോകുന്നുണ്ട്. നിങ്ങൾ കാലക്രമേണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി എന്താന്ന് പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്ന, അന്ന് നിങ്ങൾ വളരെ രുചികരമായി ആസ്വദിച്ചിരുന്ന കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളൊരു ഉത്തരത്തിലോട്ട് മാറുന്നത് കാണാം. അങ്ങനെ നമ്മളെ തന്നെ മറ്റൊരു മോൾഡിലോട്ടിട്ട് വേറൊരു രൂപത്തിൽ കാണും. അപ്പം നമ്മളെ പ്രതിബിംബം, അതായത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മളെ സ്വപ്നങ്ങളുണ്ട്, നമ്മളെ പ്രതീക്ഷകളുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യേ, ഒന്ന് മനസ്സ് തുറന്നൊന്ന് ഞാൻ പറയുന്ന കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യട്ടോ. ഈ വീട്ടമ്മമാർ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ഒന്ന് എടുക്കുക. മക്കൾക്കും ഭർത്താവിനും വേണ്ടിയൊക്കെ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ വെച്ച് കൊടുത്ത് അവരുടെ വിജയം, ഭർത്താവിൻ്റെ വിജയമാണ് നിങ്ങളുടെ വിജയം എന്നൊക്കെ വിചാരിച്ചു, മക്കളുടെ വിജയമാണ് നിങ്ങളുടെ വിജയം എന്നൊക്കെ വിചാരിച്ച് നിങ്ങളിങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് മക്കളൊക്കെ വലിയ നിലയിലെത്തുമ്പോൾ നിങ്ങൾ എന്ത് നേടി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള എൻ്റെ മക്കളെ വളർത്തി, എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണെങ്കിലും അവർ ചോദിക്കും നീ നിൻ്റേതായിട്ട് എന്തുണ്ടാക്കിയെന്ന്. അപ്പം നിങ്ങൾ എന്താ പറയുക? നിങ്ങളെ കുട്ടികളൊക്കെ എടുത്തു നോക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു കുട്ടി, ആ കുട്ടി വളർന്ന് ഒരു കുറച്ചൊരു ബോധമൊക്കെയുള്ളൊരു പ്രായം, അതൊരു 5ലോ 6ലോ 10ലൊക്കെ എത്തുന്ന സമയമാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് ജോലിയൊന്നും ഇല്ലാതെ അവർക്ക് വേണ്ടി ജോലി എടുത്ത് ക്ഷീണിച്ച് കരുവാളിച്ച് സ്കിന്നൊന്നും കെയർ ചെയ്യാതെ, ഹെയർ ഒന്നും നോക്കാതെ, സ്വന്തം കാര്യം നോക്കാതെ ആരോഗ്യം നശിപ്പിച്ച ഒരു ഉമ്മയാണ് ഇഷ്ടമുണ്ടാവുക? സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി സ്കിൻ കെയറൊക്കെ ചെയ്ത് കുറച്ചുകൂടെ യങ്ങായി നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം തൻ്റെടി ആയിട്ടുള്ള ഒരു ഉമ്മയെ അല്ലെങ്കിൽ ഒരു അമ്മയാണോ ആ കുട്ടിക്ക് ഏറെ ഇഷ്ടമുണ്ടാവുക? അല്ലെങ്കിൽ ആ കുട്ടി പ്രൗഡാവുക ഇതിലേത് അമ്മയെ വെച്ചിട്ടായിരിക്കും? നിങ്ങളെ തന്നെ 2 രൂപത്തിലും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളിങ്ങനെ നിങ്ങളുടെ ആരോഗ്യം നോക്കാതെ, എക്സസൈസ് ചെയ്യാതെ, ബാക്കിയുള്ള ഭക്ഷണം കഴിച്ച് തടിച്ച്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ചില ഉമ്മമാരുണ്ട്, ആ ഭക്ഷണം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ കഴിക്കും, എന്നിട്ട് അവർക്കില്ലാത്ത അസുഖം ഉണ്ടാവില്ല, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെ പല അസുഖങ്ങൾ.
അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് അവിടെ നഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അവരുടേതായിട്ടുള്ള സെൽഫ് ലവ് അല്ലേ, ആ ഒരു സെൽഫ് ലവ് പോകുന്നതിലൂടെ അവരവിടെ എല്ലാവരിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് അവർക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് കുറയാൻ ഇത് കാരണമാണ്. നമ്മളെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി വെക്കുമ്പോൾ, ഏറ്റവും നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിക്കോട്ടെ, നമ്മൾ ഒരു കോംപ്ലക്സും ഇല്ലാതെ എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, മക്കൾക്ക് എങ്ങനെയായാലും അവരെന്നെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞാലും കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റെസ്പെക്റ്റ് കിട്ടുന്നത് കാണാം. ജോലിയുള്ള ഒരു ഭാര്യയ്ക്കും ജോലി ഇല്ലാത്തൊരു ഭാര്യയ്ക്കും കിട്ടുന്ന റെസ്പെക്റ്റ് വ്യത്യസ്തമാണ്. ജോലിയുള്ള ഉമ്മക്കും ജോലി ഇല്ലാത്ത ഒരു ഉമ്മക്കും കിട്ടുന്ന റെസ്പെക്റ്റ് വ്യത്യസ്തമാണ്. സ്നേഹത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തിൻ്റെ പുറത്തുണ്ടാവുക? നമ്മളോട് ഒരാൾ ബഹുമാനം കാണിക്കുന്നത്, നമ്മളോട് ഒരാൾ സ്നേഹം കാണിക്കുന്നത്, അത് നമ്മളുടെ ക്യാരക്ടർ അത്രയും ബ്യൂട്ടിഫുൾ ആവണം അല്ലേ. നമ്മൾ ജോലിയൊന്നുമില്ലാതെ അവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഈ മെനോപോസിൻ്റെയൊക്കെ സമയമാകുമ്പോൾ അവർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ പോകില്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ എന്ത് നേടി എന്നുള്ള ചോദ്യം വരും. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നും. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ അവർക്ക് വേണ്ടി 24/7 ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് അവരിൽ നിന്ന് അർഹിക്കുന്ന സ്നേഹം കിട്ടാത്ത പോലെയൊക്കെ തോന്നും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് നമ്മൾ സ്നേഹത്തോടെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളെ ജീവിതം എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും, നിങ്ങൾ അതിൽ സന്തുഷ്ടരായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ആയിരിക്കും. അതൊന്നും മോശം കാര്യമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ തന്നെ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക, നല്ല ജോലികൾ നോക്കുക, നന്നായിട്ട് വായിക്കുക, നിങ്ങളുടെ തോട്ടുകൾ മാറ്റുക, നിങ്ങളുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് വരുത്തുക, എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, സ്കിൻ കെയർ ചെയ്യുക, ഹെയർ കെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കില്ലേ. അല്ലാതെ നിങ്ങളെ മുടി കൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല, നിങ്ങളെ സ്കിന്ന് നോക്കുന്നില്ല, നിങ്ങളെ മടമ്പൊക്കെ പൊട്ടിയിട്ടുണ്ടായിരിക്കും. പല ഉമ്മമാരും അല്ലേ മടമ്പൊക്കെ പൊട്ടി ആകെ അവരെ നോക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ കരിയും പുകയും ഒക്കെ കൊണ്ട് അവർക്ക് പല രീതിക്കുള്ള രോഗങ്ങളും ഒക്കെ വന്ന് ഈ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിച്ച് തടിച്ച് കൊളസ്ട്രോൾ വന്ന് ഷുഗർ വന്ന് ഇങ്ങനെ ജീവിക്കുന്ന ഉമ്മമാരുണ്ടായിരിക്കും. അവരോട് മക്കൾക്ക് സ്നേഹം ഉണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ കാര്യങ്ങളും പാടെ നോക്കിയിട്ട് ഈ വീട്ടുകാര്യങ്ങളൊക്കെ സൈഡിലൂടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ എത്ര കഷ്ടപ്പെട്ട് കുറേ പണിയെടുത്താലും നമ്മൾ കുറച്ച് മടിയുള്ളവരാണെങ്കിലും എല്ലാവരും കുടുംബം നന്നായിട്ടൊക്കെ കൊണ്ടുപോകും. അപ്പം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തന്നിട്ട് പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്ന് കരുതി വീട്ടുകാര്യങ്ങൾ നോക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മളെ ഓരോ ദിവസവും ബെറ്ററാക്കി കൊണ്ടുവരിക. അത് നമ്മളെ സ്വഭാവമായിക്കോട്ടെ, നമ്മളെ പുറമേയുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മളെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തോ നമ്മളെ ബെറ്ററാക്കാൻ നമ്മൾ എടുക്കുക. നല്ല ഭർത്താവാനും നല്ല ഭാര്യയാവാനും നല്ല മക്കളാവാനും ഒക്കെ ആവുകയും നല്ലൊരു എല്ലാം കൊണ്ട് നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ശ്രമിക്കുക. പെട്ടെന്നൊരു ദിവസം ഓക്കെ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നു എന്നൊന്നും പറഞ്ഞ് പടച്ചട്ടെടുത്ത് ഇറങ്ങാനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, മാനസികപരമായിട്ടുള്ളൊരു സമാധാനം, പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് ദിനം പ്രതി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കണം. നമ്മളവിടേക്ക് എത്തും, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം, നമ്മളവിടേക്ക് എത്തും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് കയറാൻ പറ്റും. നമ്മൾ അച്ചീവ്മെൻറ്റില്ല ആ ഒരു സ്റ്റെപ്പിന് ചിലപ്പോൾ വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, ചെറിയ കാര്യമായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ട് ഇറങ്ങുക. ഈ വീഡിയോ കാണുന്നവർ ഇത് ജസ്റ്റ് ചെവിയോട് കേട്ട് കണ്ണോണ്ട് കണ്ട് അങ്ങ് വിട്ടേക്കരുത്. നിങ്ങളെ മനസ്സിലോട്ട് എടുക്കണം. നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ച് കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എന്ന് ഉറപ്പിക്കുക, മനസ്സിലുറപ്പിക്കുക. ഓരോ ദിവസവും പെട്ടെന്ന് തന്നെ വലിയ ആക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ വലിയൊരു പടി ചവിട്ടി കയറാം, വലിയൊരു മതിലിലോട്ട് ചാടി കയറാൻ പറ്റൂല അല്ലേ. പക്ഷെ എന്തെങ്കിലും സാധനമൊക്കെ വെച്ച് ചവിട്ടി നമ്മൾ കയറി ആ മതിലിൻ്റെ മേലെ എത്താം.
അല്ലേ? അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ ആ ഒരു മതിലിന് മേലെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രീം സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.